ഈ വീഡിയോ ഹിമാചൽ പ്രദേശിലെ മണാലിയിലുള്ള അടൽ ടണലിൻ്റെ ഫുൾ വീഡിയോ ആണ്. ഏകദേശം 9 കിലോമീറ്ററാണ് അടൽ ടണലിൻ്റെ നീളം. മണാലിയിൽ നിന്നും അടൽ ടണലിൽ എത്തിച്ചേരാൻ ഏകദേശം 28 കിലോമീറ്റർ ദൂരമുണ്ട്. അതുവഴി നമുക്ക് ലഡാക്കിലും പോകാവുന്നതാണ്. ഈ കാണുന്നതാണ് അടൽ ടണലിൻ്റെ പ്രവേശന കവാടം. 2 വഴിക്കും വാഹനങ്ങൾ പോകത്തക്ക രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 15 മിനിറ്റിൽ സഞ്ചരിച്ചാൽ മാത്രമേ അപ്പുറത്തെ അറ്റത്ത് എത്തുകയുള്ളൂ. മണാലി കാണുവാൻ വരുന്ന നമുക്ക് മഞ്ഞിൽ കളിക്കണമെങ്കിൽ ഈ തുരങ്കം കടന്ന് അപ്പുറത്ത് ചെന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. റോഹ്താങ് എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അവിടെ ഹിമാലയ പർവ്വതം മുഴുവൻ മഞ്ഞിൽ കുളിച്ച് നിൽക്കുകയാണ്. ഈ തുരങ്കത്തിൻ്റെ ഉൾഭാഗം എത്ര മനോഹരമാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എല്ലാവരും ട്രോൾ ചെയ്ത് നമ്മൾ പല വീഡിയോയിലും കണ്ടു കാണുമല്ലോ. നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ ഈ തുരങ്കത്തിൻ്റെ ഭംഗിയും ആവശ്യകതയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ മല ചുറ്റിയാണ് റോഡ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വളരെയധികം ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഈ തുരങ്കം വന്നതിന് ശേഷം ഏകദേശം 10-40 കിലോമീറ്റർ കുറച്ച് നമുക്ക് സഞ്ചരിച്ചാൽ മതി റോഹ്താങ്ങിലെത്താൻ. മണാലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്വർഗമാണ്, സംശയമില്ല. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലമാണ് ഇവിടം. ഞാൻ ഇത് 3ാമത്തെ തവണയാണ് വരുന്നത്. ഞാനും മകളും 2023 ഇവിടെ വന്നിരുന്നു. 2024 ഇതാ വീണ്ടും വരുന്നു. ഇവിടെ വന്ന് എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് മതിയാവുകയില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടം. ഞങ്ങൾ 2 പേരും 2 പ്രാവശ്യവും ഇവിടെ വന്നത് കാറിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാറിലാണ് ഇവിടെ എത്തിയത്. നമ്മുടെ കാറിൻ്റെ മുന്നിൽ വച്ചിരിക്കുന്ന ക്യാമറയിൽ നിന്നാണ് ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത്. ഇനി മണാലിയെക്കുറിച്ച് പറയാം. ബിലാസ്പൂർ എന്ന ഒരു ചെറിയ പട്ടണമുണ്ട്. ആ പട്ടണം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മണാലിയിലെ അതിർത്തിയിൽ എത്തിച്ചേരുന്നതാണ്. അവിടെ നിന്നും പിന്നെ പർവ്വതനിരകൾ തുടങ്ങുകയാണ്. ഹിമാലയ സാനുക്കൾ കാണുവാൻ തന്നെ വളരെയധികം ഭംഗിയാണ്. ബിലാസ്പൂർ മുതൽ മണാലി വരെയുള്ള റോഡിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ റോഡിൻ്റെ 2 സൈഡിലും ഹിമാലയ പർവ്വതമാണ്. കാഴ്ചകൾ വളരെ മനോഹരമാണ്. കുളു, മണാലി എന്നീ പ്രദേശങ്ങളിൽ കൂടി ഒഴുകുന്ന നദിയാണ് ബിയാസ്. റോഡിൻ്റെ സൈഡിൽ കൂടി തന്നെ ഈ നദി നമുക്കൊപ്പം ഒഴുകുന്നുണ്ട്. ഈ കാഴ്ച പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കുവാൻ പറ്റുകയില്ല. വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ. 2024 ഏപ്രിൽ 9-ാം തീയതിയാണ് സ്കൂൾ അടച്ചതിന് ശേഷം ഞാനും മകളും കൂടി മണാലിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും യാത്ര ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 3700 കിലോമീറ്ററോളമുണ്ട് മണാലിയിൽ എത്തിച്ചേരാൻ. 4-ാം ദിവസം 3 മണിയായപ്പോൾ നമ്മൾ മണാലിയിൽ എത്തിച്ചേർന്നു. 2023 ഗോവ, മുംബൈ, ഗുജറാത്ത് എന്നീ സ്ഥലങ്ങൾ വഴിയാണ് ഞങ്ങൾ ഡൽഹിയിൽ എത്തിച്ചേർന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ റൂട്ട് മാറ്റിപ്പിടിച്ചു. തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിൽ വഴി ആദ്യം ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിൽ നിന്നും തുംകൂർ, ചിത്രദുർഗ, ഔറംഗാബാദ്, മാണ്ടി, കോട്ട, ഗുരുഗ്രാം വഴിയാണ് ഡൽഹിയിലെത്തിയത്.
അവിടെയുള്ള റോഡുകൾ കണ്ടാൽ നാം അത്ഭുതപ്പെടും. കടല് പോലെയാണ് റോഡുകൾ ചെയ്തിട്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെല്ലാം ഈ റോഡുകൾ വന്നൊന്ന് കാണണം. നമ്മുടെ നാട്ടിലുള്ള വികസനമല്ല ഇവിടുത്തെ റോഡ് വികസനം. നമ്മളെ അത്ഭുതപ്പെടുത്തും. എല്ലാ റോഡുകളും ഡബിൾ ലൈനാണ്. ടോളുകൾ ധാരാളമുണ്ട്. ടോളുകൾ എടുത്താൽ എന്ത്, നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ഓടിയെത്താം. ഇത്രയും റോഡുകൾ ചെയ്തിടാനുള്ള പണം എവിടെ നിന്നെന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. വെറുതെയല്ല സർക്കാർ പെട്രോളിന് വില കുറയ്ക്കാത്തത്. ആ രൂപ എടുത്തായിരിക്കും ഈ റോഡുകളെല്ലാം പണിത് തീർക്കുന്നത്. BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെല്ലാം പെട്രോളിന്റെ വില 94 രൂപ 50 പൈസ മാത്രമേ ഉള്ളൂ. പല സ്റ്റേറ്റുകളിലും പെട്രോളിന് പല വിലയാണ്. നമ്മുടെ കേരളത്തിൽ 107 രൂപ 50 പൈസയോളം കൊടുക്കണം 1 ലിറ്റർ പെട്രോളിന്. ഒരു ഇന്ത്യ എന്ന സങ്കല്പം വരുമ്പോൾ ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് പെട്രോൾ ഒരേ വിലയ്ക്ക് കിട്ടേണ്ടതല്ലേ? കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തെന്നാൽ 100 രൂപയിൽ താഴെ നമുക്ക് ഇന്ത്യയിലെ കുറേ ഭാഗങ്ങളിൽ നിന്നും പെട്രോൾ ആവശ്യം പോലെ ലഭിക്കുന്നതാണ്. ഞങ്ങൾ വന്നത് പെട്രോൾ വണ്ടിയിലല്ല, CNG വണ്ടിയിലാണ്. CNG ഏകദേശം എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടി. പഞ്ചാബിൻ്റെ അതിർത്തി കഴിഞ്ഞ് ഹിമാചൽ പ്രദേശ് മുഴുവനായും നമുക്ക് CNG ലഭിച്ചില്ല. അതുകൊണ്ട് പഞ്ചാബിൽ നിന്നും അടിച്ച CNG തീരുന്നതുവരെ ഓടിയതിനു ശേഷം ഏകദേശം ഒരു 100 കിലോമീറ്ററോളം പെട്രോളിലാണ് വണ്ടി ഓടിയത്. ദീർഘദൂര യാത്രയ്ക്ക് പോകുന്നവർ CNG വണ്ടി ഉപയോഗിച്ചാൽ നമുക്ക് നല്ല ലാഭമായിരിക്കും. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. 2023 പെട്രോൾ വണ്ടിയിലാണ് ഞങ്ങൾ മണാലിയിലെത്തിയത്. അന്ന് വന്നതിൻ്റെ 1/3 തുക മാത്രമാണ് ഈ വർഷം നമുക്ക് ഇന്ധന ചിലവായത്. മണാലിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം 3 തുരങ്കങ്ങളുടെ പണി നടക്കുകയായിരുന്നു. ഈ വർഷം വന്നപ്പോൾ ആ തുരങ്കങ്ങളുടെ പണി ഏകദേശം അവസാനിപ്പിച്ചു. അവയിൽ കൂടി വാഹനങ്ങൾ വിട്ടു തുടങ്ങി. അതുകൊണ്ട് നമുക്ക് വളരെയേറെ സമയം ലാഭിക്കുവാൻ പറ്റി. ഒരു വലിയ തുരങ്കം കഴിഞ്ഞിട്ട് 50 മീറ്റർ ചെല്ലുമ്പോൾ അടുത്ത തുരങ്കം വരും. ഇതെല്ലാം കിലോമീറ്ററുകൾ നീളമുള്ള തുരങ്കങ്ങളാണ്. നമ്മൾ മലയാളികൾക്ക് അറിയാവുന്നത് നെയ്യാറ്റിൻകര കഴിഞ്ഞാൽ 2 ചെറിയ തുരങ്കങ്ങളുണ്ട്. പിന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ 2 തുരങ്കങ്ങളുണ്ട്. ഇതൊന്നുമല്ല തുരങ്കങ്ങൾ. ഇതിൻ്റെ എല്ലാം സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ മണാലിയിൽ തന്നെ വരണം. ഇപ്പോഴത്തെ സർക്കാർ മലകളിൽ റോഡ് വെട്ടുകയല്ല ചെയ്യുന്നത്. എല്ലാ മലകളും തുരന്ന് അവിടെ റോഡ് നിർമ്മിച്ച് ജനങ്ങളുടെ യാത്ര എളുപ്പമാക്കുകയാണ്. അതിന് ഈ സർക്കാരിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. നമ്മൾ പോകുന്ന വഴിയിൽ പല മലകളും തുരന്ന് തുരങ്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ മണാലിയിലേക്ക് വരുന്നവർക്ക് ഈ തുരങ്കങ്ങളിൽ കൂടി സഞ്ചരിച്ച് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാവുന്നതാണ്. ഞങ്ങൾ വാഹനം ഒരിടത്തും നിർത്താതെ പെട്ടെന്ന് മണാലിയിൽ എത്തിയത് എന്തിനെന്നാൽ അവിടെ ഒരു 5 ദിവസമെങ്കിലും നമുക്ക് താമസിക്കണം. 4-ാം ദിവസം ഏകദേശം 3 മണിയോടെ ഞങ്ങൾ മണാലിയിലെത്തി. അന്ന് അവിടെ നല്ല കാലാവസ്ഥയായിരുന്നു. തണുപ്പും വളരെ കുറവായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ റോഹ്താങ്ങിലേക്ക് പോയി. അവിടെ ഏകദേശം 2-3 മണിക്കൂർ മഞ്ഞ് വാരി കളിച്ചു. മഞ്ഞത്ത് ഇറങ്ങുവാനുള്ള ഡ്രസ്സെല്ലാം അവിടെ നിന്ന് തന്നെ നമുക്ക് വാടകയ്ക്ക് കിട്ടും. 200 രൂപ കൊടുത്താൽ മതി. നമ്മൾ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. 5 മണിയോടെ ഞങ്ങൾ റൂമിൽ തിരിച്ചു വന്നു. 5 മണി കഴിയുമ്പോൾ പിന്നെ അവിടെ തണുപ്പ് കൂടും. നമുക്ക് താങ്ങാൻ പറ്റുകയില്ല. അവിടെയുള്ള ആൾക്കാർക്കൊന്നും ഈ തണുപ്പ് ഒരു പ്രശ്നമല്ല. അന്ന് രാത്രിയോടെ മഴയും ആരംഭിച്ചു. പിന്നെ നേരം പുലർന്നതിന് ശേഷം വെളിയിലിറങ്ങാൻ സാധിച്ചില്ല.
അത്രയ്ക്ക് മഴയും തണുപ്പും. ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വെളിയിലിറങ്ങി. അന്ന് രാത്രിയായപ്പോൾ തണുപ്പ് ഏകദേശം 0 ഡിഗ്രിയായി. മണാലി സിറ്റി മുഴുവൻ ചുറ്റിയടിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ 6 മണിക്ക് തന്നെ മടക്കയാത്ര ആരംഭിക്കുവാൻ നമ്മൾ തീരുമാനിച്ചു. 5 ദിവസം താമസിക്കുവാൻ പോയ ഞങ്ങൾ 3-ാം ദിവസം തന്നെ രാവിലെ അവിടെ നിന്നും മടക്കയാത്ര ആരംഭിച്ചു. കാരണം മകൾക്ക് ചെറിയ തോതിൽ പനി പിടിച്ചു. എനിക്ക് മൂക്കിൽ കൂടി വെള്ളം ഇറച്ചു തുടങ്ങി. രാവിലെ 6 മണിക്ക് തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ കാറിൽ കയറി. ഞാൻ വിചാരിച്ചത് ഞങ്ങൾ മാത്രമേ ഇത്രയും രാവിലെ തിരിച്ചു പോവുകയുള്ളൂ എന്നാണ്. മെയിൻ റോഡിൽ എത്തിയപ്പോഴാണ് കണ്ടത് വരി വരിയായി കാറുകൾ നമ്മുടെ പിറകെയും മുൻപേയും സഞ്ചരിക്കുന്നു. അവിടുത്തെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ പല ആൾക്കാരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. മണാലിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആഹാരം നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ വെറൈറ്റിയുള്ള ആഹാരങ്ങളും നമുക്ക് കിട്ടും. മാംസാഹാരങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ നമുക്ക് വയറിളക്കം തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവർ ഉപയോഗിക്കുന്ന എണ്ണ നമ്മുടെ വയറിനെ പിടിക്കുകയില്ല. 4-5 പേർ ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ അവിടെ ചെന്ന് ഒരു കാറ് വാടകയ്ക്കെടുക്കുന്നതാണ് നമുക്ക് ലാഭം. അവിടെ ഓടുന്ന കാറുകൾ കൂടുതലും നമ്മുടെ ഇവിടുത്തെ മാരുതിയുടെ ആൾട്ടോ കാറാണ്. ആ കാറിൽ പോയാലുള്ള ഗുണം ട്രാഫിക് ബ്ലോക്കുകളിലൊന്നും നമ്മൾ പെട്ടുപോകുകയില്ല. അവിടുത്തെ ഡ്രൈവർമാർ ആ ബ്ലോക്കുകളെല്ലാം താണ്ടി പെട്ടെന്ന് തന്നെ നമ്മളെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചു തരും. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. തുരങ്കം അവസാനിച്ചു. നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ് മൂടിയ ഹിമാലയത്തെ നമുക്ക് കാണാം. ഇവിടെ ധാരാളം മഞ്ഞുണ്ട്. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ മഞ്ഞ് ആസ്വദിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പാലമാണ് ആ കാണുന്നത്. വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോയാൽ നമുക്ക് ലഡാക്കിൽ എത്തിച്ചേരാം.